ഹായ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സാധാരണ വീട്ടാവശ്യത്തിന് വേണ്ട ഒരു പമ്പ് സെറ്റ് എങ്ങനെ സെലക്ട് ചെയ്യാമെന്നാണ്. ഇതിന് പ്രധാനമായും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ട് ടോട്ടൽ ഹെഡ് എന്നുള്ളതാണ്. ഈ ടോട്ടൽ ഹെഡ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അപ്പോൾ എന്താണ് ടോട്ടൽ ഹെഡ്? എത്രത്തോളം ആഴത്തിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് എത്രത്തോളം ഉയരത്തിലേക്കാണ് എത്തിക്കേണ്ടത് എന്നുള്ളതാണ് ടോട്ടൽ ഹെഡ് കൊണ്ട് സിമ്പിളായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതൊന്നൊരു സാമ്പിൾ കാൽക്കുലേഷൻ വെച്ച് ചെയ്ത് നോക്കാം. ഇതിന് പ്രധാനമായും നമുക്ക് വേണ്ടത് നമ്മുടെ കിണറിന്റെ ആഴം, പിന്നെ കിണറും നമ്മുടെ വീടും തമ്മിലിരിക്കുന്ന ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ്, പിന്നെ നമ്മുടെ വീടിന്റെ ഹൈറ്റും ഇൻക്ലൂഡിങ് ടാങ്കിന്റെ ഹൈറ്റും. ഈ 3 പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്. ഇതിൽ കിണറിന്റെ ആഴമാണ് നമ്മളൊരു സെക്ഷൻ ഹെഡ് ആയിട്ട് പരിഗണിക്കുന്നത്. നമുക്കതൊരു 7 മീറ്റർ എന്ന് അസ്യൂം ചെയ്യാം. ഇനി കിണറും വീടും തമ്മിലുള്ള ദൂരം ഒരു 10 മീറ്റർ ആണ് നമുക്ക് അസ്യൂം ചെയ്യാം. സാധാരണയായി ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നമ്മളൊരു ഫ്രിക്ഷൻ ലോസ് ആയിട്ടാണ് കണക്കാക്കാറ്. അപ്പോൾ അതൊരു 10:1 എന്നൊരു റേഷ്യോയിലാണ് നമ്മൾ പൊതുവെ എടുക്കുന്നത്. അപ്പോൾ ഒരു 10 മീറ്റർ എന്ന് പറയുമ്പോൾ ഒരു 1 മീറ്റർ ആയിട്ട് നമ്മളത് കൺസിഡർ ചെയ്യും. ഇനി നമ്മൾ വീടിന്റെ ഉയരം, അതിപ്പോൾ 2 നില വീട് നമുക്ക് അസ്യൂം ചെയ്യാം. 2 നില വീടാകുമ്പോൾ ഒരു 3 മീറ്റർ ഒരു നിലയ്ക്കും രണ്ടാമത്തെ നിലയ്ക്ക് ഒരു 3 മീറ്റർ എടുക്കുമ്പോൾ ഒരു 6 മീറ്റർ ഹൈറ്റ് ആയി. ഇത് നമ്മളൊരു ടാങ്കിന്റെ ഹൈറ്റ് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഒരു 8 മീറ്റർ ടോട്ടൽ വെർട്ടിക്കൽ ഹൈറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ചെറിയൊരു ഫാക്ടറാണ് നമ്മുടെ ഈ പൈപ്പ് ലൈനിൽ വരുന്ന ഒരു ബെൻഡ്, എൽബോ തുടങ്ങിയ ഉപകരണങ്ങൾ മൂലം ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ലോസുകൾ. സാധാരണയായി ഒരു ബെൻഡിന് 2 അടി ഫ്രിക്ഷൻ ലോസും ഒരു എൽബോ എടുക്കുമ്പോൾ നമ്മൾ ഒരു 3 അടി ഫ്രിക്ഷൻ ലോസാണ് കൺസിഡർ ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ബെൻഡും ഒരു എൽബോ മാത്രം കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ടോട്ടൽ ഹെഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അതായത് ഇപ്പോൾ നമ്മുടെ സെക്ഷൻ ഹെഡായ 7 മീറ്റർ, പിന്നെ നമ്മുടെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് വീടും കിണറും തമ്മിലുള്ള ദൂരം 1 മീറ്റർ, പിന്നെ നമ്മുടെ വെർട്ടിക്കൽ ഹൈറ്റ് ആയ വീടിന്റെ ഉയരവും പിന്നെ ടാങ്കിന്റെ ഹൈറ്റും കൂടിയിട്ടുള്ള ടോട്ടൽ വെർട്ടിക്കൽ ഹൈറ്റ് 8 മീറ്റർ, പിന്നെ നമ്മുടെ ഈ ഒരു ബെൻഡിന്റെയും അതുപോലെ തന്നെ എൽബോയുടെയും ഉള്ള ഒരു ഫ്രിക്ഷൻ ലോസ്. അങ്ങനെ ഇത് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് നമ്മളിവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ 17.6 എന്നൊരു വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 18 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് 18 മീറ്റർ ഹെഡ് ഉള്ള ഒരു പമ്പ് സെലക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം മറ്റു പല എഫിഷ്യൻസി പ്രോബ്ലംസും ഫ്രിക്ഷൻ ലോസസ് ഒക്കെ ഇനിയും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു 15%ഓ ഒരു 20%ഓ എക്സ്ട്രാ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ നമുക്കൊരു 20% എക്സ്ട്രാ ആഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ 20% എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഒരു 21.6 എന്നുള്ളൊരു വാല്യൂ ആണ്. നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 22 എന്നാക്കി മാറ്റാം. നമുക്ക് ടോട്ടൽ വേണ്ട ഹെഡ്, പമ്പിന്റെ ഹെഡ് ഒരു 22 മീറ്റേഴ്സ് ആണ്. ഇനി നമുക്ക് ഡിസ്ചാർജിന്റെ കാര്യം കൂടി ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ അസ്യൂം ചെയ്യാണ് ഒരു 1000 ലിറ്ററിന്റെ ടാങ്ക് ആണ് ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്കതൊരു അരമണിക്കൂർ കൊണ്ട് ഫില്ലാവണം. അപ്പോൾ ഒരു 1000 ലിറ്ററിന്റെ ടാങ്ക് അരമണിക്കൂർ കൊണ്ട് ഫില്ലാവാൻ എനിക്ക് മിനിമം ചുരുങ്ങിയത് ഒരു 1 മണിക്കൂർ 2000 ലിറ്റർ പെർ ഹവർ ഡിസ്ചാർജ് ഉള്ള ഒരു പമ്പ് ആവശ്യമാണ്. എന്നാലേ എനിക്ക് 1000 ലിറ്ററിന്റെ ടാങ്ക് അരമണിക്കൂർ കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ 2 ഫാക്ടേഴ്സ് കൂടി കൺസിഡർ ചെയ്യണം. അതായത് നമ്മുടെ ടോട്ടൽ ഹെഡ് നമുക്ക് വേണ്ടത് 22 മീറ്ററും നമ്മുടെ ഡിസ്ചാർജ് 2000 ലിറ്റർ പെർ ഹവർ ഡിസ്ചാർജ് ഉള്ള ഒരു പമ്പാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിത് നേരെ നമ്മുടെ ഒരു പമ്പിന്റെ ഒരു ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ചാർട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വി ഗാർഡിന്റെ തന്നെ ഒരു ടെക്നിക്കൽ കാറ്റലോഗാണ്. അപ്പോൾ അതിൽ അവരെ ഒരു VC സീരീസ് എന്ന് പറയുന്ന ഒരു മോഡലാണിത്. സാധാരണ വരുന്നൊരു മോണോബ്ലോക്ക് സെൻട്രിഫ്യൂഗൽ പമ്പാണ്. നമ്മളൊരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡൽ എടുത്തിരിക്കുന്നത്. നമുക്ക് വേറെയും പല മോഡൽസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിതിൽ നമ്മുടെ ഒരു റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ഇതിലേത് പമ്പാണ് നമുക്ക് സ്യൂട്ട് ആവുക എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതിൽ നമ്മളെ സ്ക്രീനിൽ എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു. ഇതിൽ നമ്മളാ ഒരു മോഡൽ നെയിമാണ് ലെഫ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അതിന് തൊട്ടപ്പുറത്തെ ഒരു കോളത്തിൽ പവർ റേറ്റിംഗും പിന്നെ പമ്പിന്റെ പൈപ്പ് സൈസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ റൈറ്റ് സൈഡിൽ വരുന്ന ഒരു ഭാഗത്താണ് ഈ ഹെഡും അതുപോലെ തന്നെ ഡിസ്ചാർജും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചുള്ള ഒരു പമ്പ് ഏതായിരിക്കും. അപ്പോൾ ഇതിൽ ഞാനൊരു VCH 60 എന്നുള്ള മോഡൽ നോക്കി നോക്കാം. അപ്പോൾ അതിൽ മാക്സിമം ഹെഡ് വരുന്നത് തന്നെ 18 മീറ്റർ ആണ്. ഡിസ്ചാർജ് ഓക്കെ 2500 ലിറ്റർ പെർ ഹവർ കിട്ടുന്നുണ്ട്. പക്ഷേ ഹെഡ് നമുക്ക് മാച്ച് ആയി പോകുന്നു. നമ്മൾ അതിന്റെ തൊട്ട് മുകളിലുള്ള ഒരു പമ്പ് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് VCH 80 എന്നുള്ള ഒരു മോഡൽ നോക്കിയേക്കാം.
VCH80 എന്ന മോഡലിന്റെ പരമാവധി ഹെഡ് വരുന്നത് 24 മീറ്ററാണ്. അപ്പോൾ നമുക്ക് 22 മീറ്റർ നമ്മുടെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. ഇനി നമ്മൾ ഡിസ്ചാർജ് കൂടി നോക്കാം. ഡിസ്ചാർജ് നോക്കുമ്പോൾ 24 മീറ്ററിൽ തന്നെ നമുക്ക് 1250 ലിറ്റർ പെർ ഹവർ ഡിസ്ചാർജ് കിട്ടും. നമുക്ക് എന്തായാലും 21 ടു 24 മീറ്ററിനിടയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസ്ചാർജ് എന്തായാലും ഈ പമ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 21 മീറ്ററിൽ 3450 ലിറ്റർ പെർ ഹവർ ഡിസ്ചാർജ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പമ്പ് നമ്മുടെ ഒരു ആവശ്യത്തിനായി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പമ്പാണ്. നമുക്ക് ഈ VCH80 എന്നുള്ളൊരു മോഡൽ നമ്മുടെ ഈ ഒരു കാൽക്കുലേഷൻ വെച്ച് നമുക്കൊരു സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഒരു പമ്പ് വളരെ സിമ്പിളായിട്ട് എങ്ങനെ സെലക്ട് ചെയ്യാമെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.